Here I am. This is my house. Okay, my mom is there, not any other person. Here I am. Okay. This is Sahadev Mandram. I am Deepa S. Panikar here inside my house. This is Mavelikara, Baranika village, Pallikal Naduvilimuri, and this ward number is 1 and my house number is 89. I'm here inside my house. Okay. Okay, here I am. And these criminals will be always trying to create stories. The Dayas Panikar will be calling my mother and will be saying that Rajamma is going somewhere, this and that. Rajamma said this, Rajamma said that. Dramas actually. And this is SNDP building. You can see the tower. Okay, 323 SNDP building. You can come and inquire what I am saying is true or not. And some criminals are there actually who are always creating dramas as if I am with some guys, this and that actually. Okay, and if somebody comes for example, yesterday came with gas cylinder, then these criminals will be creating stories that someone went with that person, this and that. For these criminals will try to edit actually, like that these criminals will be doing. Okay, and ശരിക്കും ഇവർക്ക് വേറെ ജോലിയൊന്നുമില്ല. ഇവരിങ്ങനെ എന്നെക്കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങൾ പറയുക, ക്യാരക്ടർ അസാസിനേഷൻ നടത്തുക, പിന്നെ കള്ളക്കഥകൾ ഉണ്ടാക്കിയിരിക്കുക ഇവന്മാരുടെ ജോലി. പിന്നെ ഇങ്ങനെ ബ്ലോട്ടിങ് ഗ്യാസ് വെച്ച് നമ്മളെ 3 ഇരട്ടി വലുതാക്കുക. ഭയങ്കര രോഗമാണ് ഇവന്മാർക്ക്, ഭയങ്കര രോഗം. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കുന്നില്ല. ഇപ്പം ആകെ ഒരു 3-4 സ്പൂൺ ചോറാണ് കഴിക്കുന്നത് ഒരു ദിവസം. എന്നിട്ടാണ് നമ്മളെ ഇങ്ങനെ അടിച്ച് വീർപ്പിക്കുന്നത്. നമ്മളെ 3 ഇരട്ടിയാണ് അടിച്ച് വീർപ്പിച്ച് ഡ്രാമാസ് നടത്തുന്ന ഇവന്മാർ. ഞാൻ എപ്പോഴും എൻ്റെ ഈ വീട്ടിൽ തന്നെയാണ്. എന്തെങ്കിലും ആവശ്യത്തിനാണ് നമ്മൾ വെളിയിലോട്ട് പോകുന്നത്. ഇവന്മാർ ഇങ്ങനെ ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുക ഇവന്മാരെ കൊണ്ട്. അതുപോലെ ഇന്നലെ ഞാൻ പറഞ്ഞു, ഇവർ ലേസർ അങ്ങനെയുള്ള പല പല സാധനങ്ങളുമായിട്ട് ഇങ്ങനെ മൊബൈലിനകത്ത് ആപ്പുണ്ട് ഇവന്മാർക്ക്. അതുമായിട്ട് ഇങ്ങനെ നടപ്പാ ജോലി. നമ്മളുടെ മുഖത്തോട്ട് അടിക്കുക, പിന്നെ പോയിസണസ് ഗ്യാസ് നമ്മളെ ഉറങ്ങുമ്പം ശ്വാസം മുട്ടിക്കാൻ നോക്കുക. നമ്മളുടെ ഡയഫ്രമൊക്കെ ടൈറ്റാക്കി വെച്ചിട്ട് നമ്മുടെ മൂക്കിലോട്ട് ഈ കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡയോക്സൈഡ് അതൊക്കെ അടിച്ചിട്ട് നമ്മളെ സഫോക്കേറ്റ് ചെയ്ത് നമ്മളെ എങ്ങനെയെങ്കിലും നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻസൊക്കെ ഇതാക്കാൻ നോക്കുക. എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ഓക്സിജൻ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെ നോക്കുക. അങ്ങനെ പല പല വേലകളാണ് ഇവന്മാർക്കുള്ളത്. പിന്നെ അതുപോലെ നമ്മുടെ ഇടത് സൈഡിലേക്ക് എപ്പോഴും തലയിലോട്ടും ഒക്കെ ഈ സോണിക് സൗണ്ട് അടിക്കുക. സോണിക് സൗണ്ട് ഇങ്ങനെ വെച്ച് ഹിറ്റ് ചെയ്യിക്കും. അങ്ങനെ ചെയ്യുമ്പം നമ്മുടെ തലയിൽ നമ്മുടെ ബ്രെയിനിന് കൺകുഷൻ വരും. അപ്പം അതൊരു ബ്രെയിൻ ഇഞ്ചുറിയാണ്. അതൊക്കെ വരുത്താനായിട്ട് നോക്കുക. പിന്നെ നമ്മുടെ സയാറ്റിക് നെർവിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ലേസർ അടിക്കുക. അന്നേരം നമ്മുടെ കാലിനിങ്ങനെ ലെഫ്റ്റ് സൈഡാണ് ഇതെല്ലാം ചെയ്യുന്ന, ലെഫ്റ്റ് സൈഡാണ്. ലെഫ്റ്റ് കാല്. പിന്നെ അതുപോലെ നമ്മുടെ ഒപ്റ്റിക് നെർവ്സ് ലെഫ്റ്റ് കണ്ണിൻ്റെ സൈഡിലുള്ള അതുപോലെ 2 സൈഡിലും ഇങ്ങനെ അടിക്കുക. നമ്മുടെ ഈ ടെമ്പിൾ റീജിയൻ താഴെയുള്ള അവിടെ സങ്കൺ ചെയ്യാൻ വേണ്ടി നമ്മുടെ മുഖത്തിൻ്റെ സ്ട്രക്ചർ മാറ്റുക. പിന്നെ അതുപോലെ നമ്മളുടെ മുഖം ഭയങ്കര വീർത്തിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് വാട്ടർ റിറ്റൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കിഡ്നിയിലോട്ട് ഇങ്ങനെ ലേസർ അടിക്കുമ്പോൾ നമ്മുടെ കിഡ്നി സ്ലോ ഡൗൺ ആവും. മനസ്സിലായില്ലേ? അപ്പം നമ്മുടെ കിഡ്നിയുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് വേസ്റ്റ് വാട്ടർ, നമ്മുടെ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുക, വേസ്റ്റ് വാട്ടർ എക്സസ് എല്ലാം കളയുക എന്നുള്ളതാണ്. ഡ്രെയിനാക്കി കളയുക. അങ്ങനെ ആകുമ്പം അതിൻ്റെ പ്യൂരിഫിക്കേഷൻ, വെള്ളത്തിൻ്റെ ഇത് നടന്നില്ലെങ്കിൽ നമ്മുടെ എക്സസ് ഉള്ള വെള്ളമെല്ലാം നമ്മുടെ ദേഹത്ത് കെട്ടിയിട്ട് ഭയങ്കര പഫി ആയിട്ട് ഫീൽ ചെയ്യും. അതാണ് ഇവന്മാർ ചെയ്യുന്നത്. നമ്മുടെ മുഖത്തിനും ഈ ദേഹമെല്ലാം ഇങ്ങനെ പഫി ആക്കുക. ഇതാണ് വാട്ടർ റിറ്റൻഷൻ ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ലേസർ കൃത്രിമമായിട്ട് വാട്ടർ റിറ്റൻഷൻ ഉണ്ടാക്കുകയാണ്. പിന്നെ ഹോൾ ബോഡി ഇങ്ങനെ, പിന്നെ എപ്പോഴും പോയിസണസ് ഗ്യാസ് ഇങ്ങനെ അടിക്കുക. സന്ധ്യയായി കഴിയുമ്പം സ്മോക്കിൻ്റെ സ്മെല്ലാണ് സന്ധ്യയായി കഴിഞ്ഞാൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ നമ്മുടെ വീട്ടിലോട്ട് ഇങ്ങനെ സ്മോക്ക് അടിക്കുക.
എലോങ് വിത്ത് പോയിസണസ് ഗ്യാസ്, മീത്തൈൽ ഐസോസൈനേറ്റ്, ഓർഗാനോഫോസ്ഫേറ്റ്സ് അങ്ങനെയൊക്കെയുള്ള ഇത് വെച്ച് അടിച്ച് നമ്മളുടെ സ്കിന്ന് ബേൺ ആക്കുക. നമ്മൾ കറുത്തിരിക്കണം. പിന്നെ നമ്മുടെ ഈവൻ ഈ നമ്മുടെ ഈ സോണിക് സൗണ്ട് വെച്ച് നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റത്തിന് സ്ട്രക്ചറിന് വ്യത്യാസം വരുത്തുക. കൈഫോസിസ്, സ്കോളിയോസിസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. എങ്ങനെയെങ്കിലും നമ്മളെ അതുപോലെ ഷുഗറിനകത്താണ് ഇവന്മാർ ഡയബറ്റീസ് ഡയബറ്റീസ് വരുത്താൻ വേണ്ടിയിട്ട് ഷുഗറിനകത്ത് ആസിഡ് ചേർക്കുക ഇവന്മാർ. ഒരിക്കലും നല്ല എന്താ പറയുന്നത് ഷുഗറിനകത്ത് ഇങ്ങനെ വാട്ടറി ആയിട്ടുള്ള ഷുഗർ ഒരിക്കലും വാങ്ങിക്കരുത്. കാരണം അതിനകത്ത് ഇവന്മാരെന്തോ ചെയ്തിട്ടുണ്ട്. നല്ല അതിൽ നിങ്ങൾ ഷുഗർ എപ്പോഴും കഴുകി യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കഴുകി യൂസ് ചെയ്താൽ ഈ അതിനകത്തെ ആസിഡൊക്കെ പരണ്ടിട്ടുണ്ടെങ്കിൽ അത് പോവും. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യണം. ഒരിക്കലും ഷുഗർ അതുപോലെ ഈ തൈറോയിഡ് വരാൻ വേണ്ടിയിട്ട് ഈ ഉപ്പിനകത്ത് ഇവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ടാർഗറ്റഡ് ഇൻഡിവിജ്വൽസ് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ, ഇതെല്ലാം ടാർഗറ്റഡ് ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. നമ്മളെയാണ് അവരിങ്ങനെ ഇതെല്ലാം ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഓരോ ഫാമിലിയിലും അങ്ങനെ കാണും. ഈ ഫാമിലി ഇവരെ ടാർഗറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ആളിനെ വെച്ചുകൊണ്ട് ഇങ്ങനെ കാശുണ്ടാക്കി ജീവിക്കുന്ന കുറേ അങ്ങനത്തെ ഒരാളാണ് ഈ പ്രീത പണിക്കർ എന്ന് പറയുന്ന ക്രിമിനൽ. അവളിങ്ങനെ ഡ്രാമയുമായിട്ട് അങ്ങ് ഇരിപ്പാണ് അവളുടെ ജോലി. വേറെ ഒരു പണിയില്ല അവൾക്ക്. അവളിങ്ങനെ മറ്റുള്ള അവിടെ പോ ഇവിടെ പോ, പിന്നെ ഭയങ്കര തൈറോയിഡ് എപ്പോഴും അങ്ങ് ദീനത്തിൻ്റെ കാര്യം പറയാനേ അവൾക്ക് നേരമുള്ളൂ. അവളെന്തോ ബീ ഫാമൊക്കെ ആണെന്നാണ് പറയുന്നത്, എന്തുവാണെന്നറിയത്തില്ല. എന്നിട്ട് രജിസ്റ്റർ ചെയ്യാനെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പോയിട്ട് ചുമ്മാതെ ചോദിച്ചു തിരിച്ചു പോകുന്നു കേട്ടോ. അങ്ങനത്തെ എന്തോ കള്ളത്തരമാണ്. അവൾ ബി ഫാമൊന്നും പാസ്സായിട്ടൊന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവൾ ഏതോ അറ്റൻഡറായിട്ട് കയറി നിൽക്കുക ഈ ബി ഫാം കോളേജിലൊക്കെ. എന്നിട്ട് അതിനകത്തുനിന്ന് അവിടെ നിന്ന് കിട്ടുന്ന ഈ കുറേ കെമിക്കൽസും അതും ഇതൊക്കെ ഉണ്ട് അടിച്ചു മാറ്റി ഇവൾ അങ്ങനെയൊക്കെ ഇങ്ങനെ കൊണ്ടു കൊടുക്കുന്ന ഒരു ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുവാണ് ഇവളുടെ ജോലി. ഈ കുറേ ആൾക്കാർക്ക് വേണ്ടി ഇവളുടെ പണി അതാണ്. ഈ പ്രീത പണിക്കർ എന്ന് പറയുന്ന അവളുടെ നമ്പർ 1 കള്ളിയാണ്. ഇവളൊരു തമിഴനെ ഇതുപോലെ ഹണി ട്രാപ്പ് ചെയ്തിട്ട് അവനെ എല്ലാം വകവരുത്തി നടക്കുക. ഇപ്പം ഇനിയും എന്നെയാണ് അവൻ്റെ സ്വത്തും സകലതും അവനെ കൊണ്ട് എല്ലാം വിപ്പിച്ചിട്ടാണ് അവസാനം അവനെ റെഡിയാക്കി വെച്ച് എല്ലാവരും പറയുന്നത് ഇതുപോലെ ഫിനാൻഷ്യൽ ക്രൈസിസ് സ്റ്റോറി ഉണ്ടാക്കി എല്ലാം കൊന്ന് കെട്ടിത്തൂക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് മുന്നേ തന്നെ അവൻ്റെ സ്വത്തുക്കളും എല്ലാം വിപ്പിച്ച് ശരിയാക്കി. മനസ്സിലായില്ലേ? എല്ലാം വിപ്പിച്ച് എല്ലാം കൈക്കലാക്കി അവൾ. നമ്മുടെ അതിന് നടക്കുക ഇങ്ങനെ കുറേ ഒരു സുബ്രഹ്മണ്യനും ഒരു സദാനന്ദ മന്ദിരത്തിലെ കുറേ അവന്മാരും എല്ലാം കൂടെ ഇവൾക്ക് സപ്പോർട്ടാണ് ഭയങ്കര ഇങ്ങനെ നമ്മൾ ആരെങ്കിലും വിളിച്ച ഉടനെ അവരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഈ രഞ്ജന് ഇവിടെ ജസ്റ്റ് ഒരു 500 മീറ്റേഴ്സേ ഉള്ളൂ അവൻ്റെ വീട്ടിലോട്ട്. അതിൽ കൂടുതലില്ല. അവന് ഒരു 5 മിനിറ്റ് കൊണ്ട് ഇവിടെ കൊണ്ടുതരാൻ പറ്റും. അവനെന്തോ രാത്രിയിൽ എന്ന് വെച്ചാൽ ആരോ ഇവിടെ രാത്രി വരുന്നു പോകുന്നു എന്നൊക്കെ വരുത്താൻ വേണ്ടിയിട്ടൊക്കെ ഇവനെ രാത്രിയിലോട്ടാക്കി വിടുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെയൊക്കെ ഭയങ്കര കള്ളത്തരമാണ് ഇവന്മാരുടെ കയ്യിലുള്ളത്. ഇവന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്, ഇവന്മാരുടെ അല്ല. Here I am. You all know this is my camera which points towards this courtyard, my front portion. That was my front portion, and this is my hall. I have 3 cameras. One is in kitchen. Same, all these cameras in the same house.